സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പാട്ടിൻ്റെ 114-ാമത്തെ സെഷനിലേക്ക്, മ്യൂസിക് തെറാപ്പിയിലേക്ക് നമുക്ക് വളരെ സന്തോഷത്തോടെ ഇന്ന് ഓർക്കാൻ പറ്റിയ ആ, ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, എം.പി. ശ്രീനിവാസൻ. ആ, ജനനം കൊണ്ട് മലയാളിയൊന്നുമല്ല എങ്കിൽ പോലും മലയാളത്തിലെ ഒത്തിരി പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ പാട്ടുകളാണ് പലതും. ധാരാളം സിനിമകൾക്ക് അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും ആ, നമ്മുടെ മുമ്പിൽ എപ്പോഴും പാട്ടുകളിലൂടെയൊക്കെ ഓർമ്മയിലേക്ക് എത്തും എന്നുള്ളതാണ്. സത്യത്തിൽ ദക്ഷിണേന്ത്യൻ ലെ ഒരു പ്രശസ്തനായ സംവിധായകനായിരുന്നു എം.ബി. ശ്രീനിവാസൻ. MBS എന്ന ചുരുക്കപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആന്ധ്രയിലെ ചിറ്റൂരാണ് അദ്ദേഹം ജനിച്ചത്. 1925 സെപ്റ്റംബർ 19-ന്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ഉപരിപഠനത്തിന് പോയി. അന്ന് മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളുമൊക്കെ ആയിട്ട് ചേർന്ന് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാഗമായി കുറേ ആക്ടിവിറ്റീസ് അദ്ദേഹം ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തുന്നത് CPM നേതാവായ MR വെങ്കട്ടരാമൻ്റെ അനന്തരവൻ മുഖേന പ്രശസ്ത CPI നേതാവ് MK ഗോപാലൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് മാറുമ്പോഴാണ്. അതിനുശേഷം ഇന്ത്യൻ പീപ്പിൾ അസോസിയേഷൻ്റെ ഭാഗമായി അതോടനുബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാട്ടിനോട് കൂടുതൽ ചേർന്നു. കാശ്മീരി മുസ്ലിം സമുദായത്തിലെ സഹീദയുമായി അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു. ജവഹർലാൽ നെഹ്റു ആണ് ആശീർവദിച്ചിരുന്നത്. 1957-ലായിരുന്നു വിവാഹം. കബീർ എന്ന് പറയുന്ന ഒരു മകൻ അദ്ദേഹത്തിനുണ്ടായി. അച്ഛനെ പോലെ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. പക്ഷേ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് അടിമയാകുകയും പിൽക്കാലത്ത് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്തു. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനിയിലും പാശ്ചാത്യ സംഗീതത്തിലൊക്കെ വളരെയധികം അറിവ് നേടി. തമിഴ് സിനിമയിലേക്കായിരുന്നു അദ്ദേഹം ആദ്യം തുടങ്ങിയത്. ഏകദേശം 9ഓളം സിനിമകൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമാ രംഗത്തേക്ക് MBS പ്രവേശിക്കുന്നത്. 1961 പുറത്തിറങ്ങിയ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യം അദ്ദേഹം സംഗീതം പകർന്നത്. P. ഭാസ്കറിൻ്റെ രചനയായിരുന്നു. തുടർന്ന് P. ഭാസ്കറിനോടൊപ്പം അനേകം സിനിമകളിൽ അദ്ദേഹം സംഗീത സംവിധാനം നടത്തി എന്നുള്ളതാണ് പ്രത്യേകത. മിക്കവാറും ONV-യുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ, അതുപോലെ തന്നെ പ്രശസ്തരുടെയൊക്കെ അടൂർ, MT വാസുദേവൻ നായർ, AG ജോർജ്, ഇവരുടെയൊക്കെ കൂട്ടുകെട്ടിലായിരുന്നു. ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ട് ഒരു വട്ടം കൂടി, ചില്ല് എന്ന ചിത്രത്തിൽ ONV-യുടെ കൂട്ടുകെട്ടിൽ പിറന്ന നിറങ്ങൾ തൻ നൃത്തം പരസ്പരം ചെമ്പക പുഷ്പയവനിക, എൻ്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ ഉൾക്കടൽ എന്നിങ്ങനെയുള്ള മനോഹരമായ ചില സംഗീത സംവിധാനങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, പ്രശസ്ത ഗായകനായ KJ യേശുദാസിനെ പിന്നണി ഗാനരംഗത്തേക്ക് അവതരിപ്പിച്ചത് MBS ആയിരുന്നു. 1961 കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ MBSൻ്റെ സംഗീതത്തിലുള്ള ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗാനമാണ് യേശുദാസിൻ്റെ ആദ്യ സിനിമാ ഗാനം. അപ്പം അങ്ങനെ വളരെയധികം ശ്രദ്ധേയമായ ഗാന സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം 1988 മാർച്ച് 9-ന് ലക്ഷദ്വീപ് വെച്ച് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അനേകം 1962 മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അനേകം സിനിമകളിൽ സംഗീതത്തിൻ്റെ സംവിധാനം അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഈ പാട്ടുകളെയൊക്കെ നമ്മളുടെ സ്വരത്തിലൂടെ ഒന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്മരണാഞ്ജലി അർപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. സോ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയും നമുക്ക് ഓർക്കാം. ആദ്യത്തെ പാട്ടുകൾ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു പാട്ട് തന്നെയാണ്. MB ശ്രീനിവാസൻ, NV കുറുപ്പിൻ്റെ ചേർന്ന് S. ജാനകിയിലൂടെ ചില്ല് എന്ന സിനിമയിലൂടെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിലൂടെ നമുക്കിന്ന് തുടങ്ങാം. MB ശ്രീനിവാസൻ്റെ മനോഹരമായ ആ സംഗീത സംവിധാനത്തെ നമുക്ക് സ്വല്പം കൂടി അടുത്തറിയാം.
തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. ഏകദേശം 2-3 പാട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന രേമൻ തമ്പിയുടെ മനോഹരമായ ഒരു താരാട്ടുപാട്ടാണ്. അതെൻ്റെ ഓർമ്മകളിലുമുണ്ട്. 4-ാം ക്ലാസ്സിൽ വെച്ച് 4 വരി പാടി മറന്നുപോയ ഒരു പാട്ടാണത്. പിന്നെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ, പിന്നെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന മനോഹരമായ സിനിമയിലെ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി. പിന്നെ 4 പാട്ടുകളെ എടുത്തിട്ടുള്ളൂ. സമയം നമുക്ക് ആദ്യത്തെ പാട്ടിൽ തന്നെ ഒത്തിരിയും ഓർമ്മകൾ ഉള്ളതുകൊണ്ട് നമുക്കതുമായിട്ട് കടന്നു പോകാം. സോ ഇന്നത്തെ ഈ പാട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടി ഷീലജി ടീച്ചറെ ഒന്ന് വിളിക്കാം. ആ ട്യൂണൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന്. താങ്ക് യു സർ. എല്ലാവർക്കും പരിചയമുള്ള ഒരു പാട്ട് തന്നെയാണ്. കാരണം ഇത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെയൊക്കെ പഴയ കാലം, കുട്ടിക്കാലം ഓർമ്മ വരുന്ന വരികളുമാണ് ONV എഴുതിയിട്ടുള്ളത്. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുക്കുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടുകേട്ടെതിർപാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കേയുച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നുവോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഓക്കെ സാർ. യെസ്, മനോഹരമായൊരു പാട്ട്. ആരാണെന്ന് ആദ്യം പാടുന്നത്? 2 വരിയൊക്കെ പാടാം അല്ലേ? പാടാവുന്നത്തോളം പഠിക്കും. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം. മരമൊന്നൊലുത്തുവാൻ മോഹം. ഓക്കെ, ഞാൻ ആ പഠിക്കും.
ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മനമൊന്നൊടുക്കുവാൻ മോഹം. മനമൊന്നൊടുക്കുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. അതിലൊന്നു തിന്നുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ പാടുന്നേ? രണ്ടുപേരി ഉലഗനാൻസ്. ഓക്കെ, രമാവതി പഠിക്കും. നോക്കട്ടെ. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലെത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ച് എന്ത് മധുരമെന്നോതുവാൻ മോഹം. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാണ്? രാജു ഉഷാമൻ. സാറുണ്ട്, രാജു സാറുണ്ട്, ഉഷയുണ്ട്. ഉഷമൻ പഠിക്കും, സാർ പഠിക്കും. കുറച്ച് ദിവസം കൂടിയിട്ടാണ് വരുന്നത്. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെയുച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേയുന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർ പാട്ടു പാടുവാൻ മോഹം. താങ്ക് യു. ഓക്കെ, രാജു സാറേ വാ. തുടക്കം കാണാൻ കഴിയില്ല സർ. തുടക്കം. ഈ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം.
അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. നുകരുവാനിപ്പോഴും മോഹം. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയും തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മരമൊന്നൊലുത്തുവാൻ മോഹം. മരമൊന്നൊലുത്തുവാൻ മോഹം. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ട്രൈ ഓമന മാം? പഠിക്കൂ. ഒരു മോഹം. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോടി നിൽക്കുന്നു നെല്ല് മോഹം. അടരുന്ന കണികൾ പൊഴിയുമ്പോൾ അതിന്ന് തിന്നുവാൻ മോഹം. സുഖമേറും കയ്പും മധുരം നുകരുവാനിപ്പോ വെള്ളം കോരിക്കൂടി ഒരട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ, കുഞ്ഞായി മാസ്റ്റർ. കുഞ്ഞായി മാസ്റ്റർ, ജോർജ് സാർ, ആരെങ്കിലും? സ്നേഹലത മാം? സർ. യെസ്, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഉതിരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടുകേട്ട് എതിർപാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂങ്കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. താങ്ക് യു സർ. താങ്ക് യു. കുഞ്ഞായി മാസ്റ്റർ സർ. പഠിക്കൂ. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന
തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലെത്തുവാൻ മോഹം. മരമൊന്നൂലെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലെത്തുവാൻ മോഹം. മരമൊന്നൂലെത്തുവാൻ മോഹം. ഓക്കെ, താങ്ക് യു സർ. ജോർജ് സാറിന്റെ വോയിസ് ആയിട്ട് ചെറിയൊരു സാദൃശ്യം. ജോർജ് സാർ ഉണ്ടായിരുന്നു, പോയി. എല്ലാരും പോയോ ടീച്ചറെ? എന്തോ അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെയിരുന്നൊരു കുയിലിന്റെ പാടു മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കയുച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരാൻ മോഹം. ജോർജ് സാറ് തയ്യാറായിട്ട് നിൽക്കുക. ആണോ? ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നു മുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചിട്ട് എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോകും പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹിക്കുവാൻ മോഹം. താങ്ക് യു സോ മച്ച്. എൻ്റെ ഏറ്റവും അവസാനമാണ് ശരിയല്ലേ? ഈ മോഹങ്ങളൊക്കെ വെറുതെ ആണെങ്കിൽ അതാണ് അവിടെയാണ് നമ്മളുടെ കോൺഫിഡൻസ് മുഴുവൻ കിടക്കുന്നത്. ഓക്കെ, അതെ. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം.
വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ട് എതിർപാട്ട് പാടുക മോഹം, എതിർപാട്ട് പാടുവാൻ മോഹം. ഓക്കെ, ഇപ്പം എല്ലാവരും പാടി കഴിഞ്ഞു എന്ന് വിചാരിക്കാം അല്ലേ? എല്ലാവരും പാടിയോ? സാറിന് പാടിയിട്ടും മതി വരുന്നില്ല അല്ലേ? അതെ, അത് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ രസമല്ലേ, ഒരു നമ്മളോട് ലയിച്ച് നിൽക്കുന്ന പാട്ട് പോലെ തോന്നും. ഇതിൻ്റെ വരികൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിൻ്റെ കൂട്ടായ്മയൊക്കെ ചെല്ലുമ്പോൾ ഈ പാട്ടാണല്ലോ ആദ്യം, ഒരു വട്ടം കൂടി എന്നൊക്കെയാണ് പലപ്പോഴും ഹെഡ്, അതായത് അതിൻ്റെ പേര്, ടൈറ്റിൽ തന്നെ. അതെ അതെ. അപ്പോൾ എപ്പോഴും നമുക്ക് ആ പാട്ടിനോട് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. NV സാറിനെ കൃത്യമായിട്ട് ഓർക്കുന്നു. ശ്രീനിവാസ സാറിൻ്റെ മ്യൂസിക് അത്ര മനോഹരമായി. അതുപോലെ ONV ഗ്രൂപ്പിൻ്റെ വരികളാണ് കൂടുതൽ അതിൻ്റെ അത് ഭംഗി. പിന്നെ ജാനകി അമ്മയുടെ പാട്ടും. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്തതും നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. മനോഹരമായ ഒരു രേമൻ തമ്പിയുടെ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പദ്യം ചൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പാട്ടാണ്. ശിലമ, അൺമ്യൂട്ട് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, പൂവിൽ വിരിഞ്ഞ മധുവോ പരി പൂർണേന്ദുതന്റെ നീരാവോ, പുത്തൻ പവീഴ കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ, ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ, തുള്ളും നീളമാൻ കിടാവോ ശോഭ കൊള്ളിന്നോരോണക്കൊടിയോ, ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയൻ ഏന്തും കിളിയോ, പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാഗ്യദ്രുമത്തിൻ മൂലമോ, വാത്സല്യരത്നത്തെ വാഹിപ്പാനമ്മ വച്ചോരു കാഞ്ചന ചെപ്പോ, ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ഓക്കെ സർ. ഞാൻ പാടുന്നത് സാറേ, സാറേ ഞാൻ പാട്ടാ. ശരി. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, പൂവിൽ നീ വിരിഞ്ഞ മധുവോ പരി പൂർണേന്ദുതന്റെ നീലാവോ, പുത്തൻ ഭവിഴക്കോടിയോ ചെറു തത്തകൾ കൊഞ്ചും
ഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും ഗോകുയിലോ തുള്ളും ഇളമാൻ ഇടാവോ ശോഭ കൊള്ളിന്നോരന്നോടിയോ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേന്തും കിളിയോ പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാഗ്യദ്രുമത്തിൻ ഫലമോ വാത്സല്യരത്നത്തെ വൈപ്പാൽ മാമ വച്ചൊരു കാഞ്ചന ചെപ്പോ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. താങ്ക് യു സർ, താങ്ക് യു. യെസ്, മനോഹരമായി പാടി. ആ പാട്ട് എല്ലാവർക്കും നല്ല മനോഹരമായി പാടാൻ പറ്റും അല്ലേ, പ്രത്യേകിച്ച് താങ്ക് യു അമ്മമാർക്ക്. സർ, താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മക്കളെയൊക്കെ ഈ പാട്ട് പാടിയാണ് ഞാൻ ഉറക്കിയത്. അതെ അതെ, മിക്കവാറും നമ്മളൊക്കെ പാട്ട് പാടി ഉറങ്ങിയിരിക്കുന്ന ഈ പാട്ട് സാറേ പണ്ട് കേട്ടായിരിക്കും. ഈ പാട്ട് പാടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കുട്ടികളെ ഇറക്കിയത്. ആ ആ അതെ. എന്നെ എല്ലാവർക്കും ഉള്ളവർ. ഓക്കെ, ഇനി ആരാ പാടുന്നേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാറേ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ വിരിഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ പുത്തൻ പാവീഴ കൊടിയോ ചേരു തത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ തുള്ളും നീളമാൻ കിടാവോ ശോഭ കൊള്ളിന്നോരന്നക്കിളിയോ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേന്തും കിളിയോ പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാഗ്യദ്രഹ്മത്തിൽ വാത്സല്യരത്നത്തെ വൈപ്പാൻ മാമ വച്ചൊരു കാഞ്ചന ചെപ്പോ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. താങ്ക് യു സാർ. ശരിക്കും ഇത് കേട്ട് കഴിയുമ്പോൾ ഉറക്കം വരുന്നുണ്ട്. ഓമന മാം പഠിക്കും. ആ ജോർജ് സാർ പഠിക്കും. താങ്ക് യു സർ. താരാട്ട് കേട്ടാൽ ആരാ ഉറങ്ങാന്ന് ചോദിക്കാം. തമ്പി എഴുതി. ജോർജ് സാർ ഒന്ന് പാട്ട്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ
പൂവിൽ വിരിഞ്ഞ മധുവോ പരിപൂർണേന്ദു തൻ്റെ നീലാവോ പുത്തൻ പവിഴക്കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ തുള്ളും ഇളമാൻ കിടാവോ ശോഭ കൊള്ളിന്നോരന്നക്കൊടിയോ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി എന്തും കിളിയോ പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാഗ്യദ്രുമത്തിൻ ഫലമോ വാത്സല്യരത്നത്തെ വായ്പാൻ മമ വച്ചൊരു കാഞ്ചന ചെപ്പോ ഓമന തിങ്കൾ കിടവോ നല്ല കോമള താമരപ്പൂവോ. താങ്ക് യു സർ. ഓക്കെ, ബിനാമം. ബിനാമം നോമനമ്മ പഠിക്കും. ഓമേന തിങ്കൾ കിടാവോ അല്ല ഓമള താമര പൂ മധുവോ പരിപൂർണേ പുത്തൻ പാവിഴ കൊടിയോ ചെറുതകൾ കൊഞ്ചും മൊഴിയോ ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ ഇളമാൻ കിടാവോ ശോഭ കൊടിയോ ഈശ്വരൻ തന്ന നീയോ പരമേശ്വരി ഏന്തും കിയോ പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാരധൂമത്തിൻ ഫലമോ വാത്സല്യരത്ന ചെപ്പോ. താങ്ക് യു. പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? അതായത് ഈ സതീർത്ഥനെ അട്ടിയുറക്കിയതായിട്ടുള്ള ഒരു നാട്ടുപാട്ടാണെന്നാണ് പറയുന്നത്. ഇരമ്യന്റെ കൊട്ടാരത്തിലെ എന്താ പറയുന്നത് രാജകീയ കവിയായിരുന്നു. അദ്ദേഹം എഴുതിയത് സ്വാഭാവികകാലനെ തന്നെ ചെറുപ്പത്തിലെ അട്ടിയുറക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ സഹോദരനാൾ ഗർഭശ്രീമാൻ അറിയപ്പെടുന്നത്, അതായത് അമ്മയുടെ തന്നെ രാജാവായ വ്യക്തിയാണ്. വളരെ ആയിട്ട് പാടി നോക്കുന്നു. അല്ല പൂവിൽ വിരിഞ്ഞ പരിപൂർണേന്ദുവിന്റെ നീലാവോ പുത്തൻ പവിഴ കൊടിയോ അഞ്ചാലിയാടും മയിലോ പാടും ഉള്ളും തോളും ശോഭ കൊടിയോ
ഓമനത്തിൻ ആവോ നല്ല താമരപ്പൂ. അടുത്ത പാട്ട് ലാസറി. ഇനി ആരാ പാടുന്നേ? ഉഷമ്മ പാടിയോ? ഞാൻ പാടും സാറേ, പാടിയില്ല. പഠിക്കും. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ. പൂവിൽ വിരിഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ. പുത്തൻ പവിഴ കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ. ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. തുള്ളും ഇളമൻ കിടാവോ ശോഭ കൊള്ളിന്നോരന്ന കൊടിയോ. ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേന്തും കിളിയോ. പാരിജാതത്തിൻ തളിരോ എൻ്റെ ഭാഗ്യദ്രുമത്തിൻ ഫലമോ. വാത്സല്യരത്നത്തെ വൈപ്പാൻ മമ വച്ചോരു കാഞ്ചന ചെപ്പോ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ. താങ്ക് യു. ഓക്കെ, ഇനി ആരുള്ള? ബിനമ്മ പാടിയോ? വേറെ ആരെങ്കിലും? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കൊടുക്കാം. ഇത് കടലെന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു രചനയാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഒത്തിരിയും അർത്ഥവത്തായ ഒരു പാട്ടിൻ്റെ വരികളാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാതെ ഓർക്കേണ്ടി വരുന്ന ഒരു ശീലമായി പോയി എന്ന് വേണിച്ചിരിക്കാം, അല്ലേ? ആർക്കെങ്കിലും രണ്ടുപേരും പാടിയാൽ നമുക്ക് അടുത്തേലും കൂടെ പാട്ടി മുന്നോട്ട് പോകാം. ഇതിന്റെ ഫുള്ളുണ്ടോ സാറേ? മുഴുവനില്ല, മുഴുവനുണ്ട്, ഞാൻ എടുത്തില്ല. അത്രേ ഉള്ളൂ. പഠിക്കും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത
സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കടലിലെ തിര വന്ന് കരയോടടുക്കുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. തിരയെല്ലാം ആയുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. കരഞ്ഞു കരഞ്ഞു കരൾ ഉറങ്ങുമ്പോൾ ഉറക്കിയ കരിങ്കടലേ കരിങ്കടലേ കനിവാർന്നു നീ തന്ന കനകതമ്പോളത്തിൽ കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. സാറേ 2 പാടിയോക്കട്ടെ? താങ്ക് യു സർ. പാടുപാടും. ഇരിക്കുമ്പോൾ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഞാൻ പാടാം. ആ, ഞാൻ പാടാം. yes. ഞാൻ 4 വരി പാടാം. പാടിക്കോ പാടിക്കോ. കൂടെ ഇരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. താങ്ക് യു. ഓക്കെ, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഈ പാട്ടും കൂടെ പാടി നമുക്ക് നിർത്താം. ഷീലാമ ഉണ്ടോ? ശരബിന്ദു മലതീ കാലം നീ. രാജു സാറ് പാടുന്നുണ്ടാ? ഇല്ല, മാഡം പാടിക്കും, ആദ്യം പഠിക്കും, പിന്നീട് പാടാം.
ശരബിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ശരബിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇതുവരെ കാണാത്ത കടയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു ശരബിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി അറിയാത്തൊരിടയന്റെ വേണുഗാനം അകലെ എത്തുന്ന വേണുഗാനം ഹൃദയം കൊതിച്ചു കൊതിച്ചിരിക്കും പ്രണയ സന്ദേശം പകർന്നു പോകേ ഹരിനീള ചുരുൾ നിവർത്തി വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ ശരബിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഓക്കെ സാർ. ഈ പാട്ടിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഖ്യാതനായ സംവിധായകൻ ജി ജോർജ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെയോ സിനിമ ആയിരുന്നു. വളരെ മനോഹരമായ സിനിമ. ഈ പാട്ട് പാടിയത് ജയചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ സൽമ ജോർജും കൂടിയായിരുന്നു. വളരെ മനോഹരമായ ഗാനമാണ്. എനിക്ക് അത് പാടാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു പാടി നോക്കാം. ശരബിന്ദു മലർദീപം നാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതി മീട്ടി ശരബിന്ദു മലർദീപം നാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതി മീട്ടി. ഓക്കെ സാർ, താങ്ക് യു. പാടട്ടെ സാർ, പാടട്ടെ. പഠിക്കുവാണ്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി അറിയാത്തൊരിടയന്റെ വേണുഗാനം അകലെ നിന്നെത്തുന്ന വേണുഗാനം ഹൃദയം കൊതിച്ചു കൊതിച്ചിരിക്കും പ്രണയ സന്ദേശം പകർന്നു പോകേ ഹരിനീല കമ്പള ചുരുൾ നിവർത്തി വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ
ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. താങ്ക് യു സർ. ഓക്കെ, എല്ലാം പ്രതീക്ഷയുടെ പാട്ടുകളല്ലേ. ഇതുവരെ കാണാത്ത കരയിലേക്കോ, ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു. ആർക്കെങ്കിലും രണ്ടുപേര് പാടണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പാടില്ലെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും കുറെ ഓക്കെ, ഉഷാമ്മ പാടിക്കും. ഇതുവരെ കാണാത്ത കരയിലേക്കോ, ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ, മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. താങ്ക് യു. ശരബിന്ദു മലർദീപമാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഇതുപോലെ അനേകം പാട്ടുകളുണ്ട്, മനോഹരമായ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. മനസ്സൊരു മാന്ത്രിക കുതിരയായി, തിങ്കൾക്കിടവ് പതി, ഇത്തിരി പൂവിൻ്റെ, നെറ്റിയിൽ പൂവുള്ള, ജാതിഭേദം, മതദ്വേഷം, മനോഹരമായ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. സാറേ അവസാനിപ്പിച്ചാലോ? യെസ്, അവസാനിപ്പിക്കുക. അപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത്ര മനോഹരമായ പാട്ടുകളാണ് എം പി ശ്രീനിവാസൻ്റെ സംഗീതത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അനശ്വര മ്യൂസിക് ഡയറക്ടറിനെ നമുക്ക് നമ്മുടെ മനസ്സിലോർക്കാം. നമ്മുടെ പാട്ടുകളിലൂടെ, നമ്മുടെ വരികളിലൂടെ തന്നെ നമുക്ക് ഓർക്കാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആർക്കാണ് കമൻറ്റ് ചെയ്യും? ഫൈനൽ നമുക്ക് നിർത്തിയേക്കാം. ശിലമ. സാർ, ഈ പാട്ടുകളുടെ ലിസ്റ്റ് ഇടുമ്പോ എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു ശ്രീനിവാസ സാറിന്റെ പാട്ടുകളാണെന്ന്. ഈ പാട്ടുകൾക്കെല്ലാം ഒരു വെറൈറ്റി സ്വഭാവം ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. അതുപോലെ ആദ്യത്തെ ആ പല്ലവി പോലെയല്ല, പിന്നെ അങ്ങോട്ട് വരുമ്പോഴേ നല്ല ഒരു പിടുത്തം പിടിക്കും അവിടെയൊക്കെ. അങ്ങനെ ഞാൻ നോക്കുകയായിരുന്നു. അപ്പൊ സാറിന്റെ പോസ്റ്റർ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെതാണ് പാട്ടുകളെന്ന്. അപ്പോൾ നല്ല പാട്ടുകളുമാണ്. അതുപോലെ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ, ഇങ്ങനത്തെ പാട്ടുകൾ പാടാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ സാറിന്റെ പിന്നെ ചരിത്രത്തെക്കുറിച്ചും സാറ് പറഞ്ഞു. അതും സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല. അതൊക്കെ അറിയാൻ ഒരു അവസരമാണ് സാറ് തന്നത് ഈ എപ്പിസോഡിലൂടെ. അതുപോലെ തന്നെ ഇതില് സാറ് കുറച്ച് പാട്ടിട്ടിരുന്നതില് പിന്നെ മാർമുകിലേ എന്നുള്ള പാട്ടൊക്കെ എന്ത് രസമാണ് സാറേ, എന്ത് രസമാണ്. അതുപോലെ തന്നെ മനസ്സൊരു മാന്ത്രിക കഴുതയ ഓടുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ. അതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നുള്ള യേശുദാസിന്റെ ആ വരി പ്രാർത്ഥന ആദ്യത്തെ പാട്ടാണത്. യേശുദാസിന്റെ ആദ്യത്തെ പാട്ടാണ് അത്. ശ്രീനിവാസനിലൂടെ. അതെ, അത് സാറ് പറയുമ്പോഴാണ് ഞാനത് കാൽപ്പാടുകൾ എന്ന സിനിമ 1961 അതുകൊണ്ട് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചു. ആദ്യമായിട്ടാണ് ആ അറിവും കിട്ടിയത്. അപ്പൊ എല്ലാത്തിനും വളരെ ഉപകാരം സാറേ, വളരെ സന്തോഷം. താങ്ക്സ്. അതുപോലെ എല്ലാവരുടെയും പാട്ട് കേൾക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. ഗോപാലൻ എന്ന് പറയുന്ന മഹാനായ രാഷ്ട്രീയ നേതാവിന്റെ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. വിവാഹം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആശീർവാദത്തോടു കൂടിയായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീയാണ്. അതെ അതെ. ഒരു മകനുണ്ടായി. മകൻ പക്ഷെ നല്ല പാട്ടുകാരൻ, നല്ല ആഴത്തിൽ പഠനമുള്ള ആളായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് മയക്കുമരുന്നിനൊക്കെ അടിമയായി പോയി മരിച്ചുപോയി. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഹിസ്റ്ററി, അതല്ല ഒത്തിരി പാട്ടുകൾ മലയാളത്തിൽ. ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രം അല്ലേ കാൽപ്പാടുകൾ? ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീനിവാസന്റെ പാട്ടും കൂടെ ഒന്ന് പാടുക സാറേ. ജാതിഭേദം മതദ്വേഷം ഇന്ന് കന്യഞ്ച. അറിയാമോ? പഠിക്കും. അറിഞ്ഞൂടാ. ഞാൻ എടുക്കട്ടെ, നോക്കട്ടെ.
സാർ ഇപ്പൊ പാട്ടെല്ലാം അതിങ്ങനെ ഒരു കവിത പോലെ ചൊല്ലുക. പാട്ടിലെല്ലാം പ്രണയം ഉണ്ടായിരുന്നു സാറേ. അല്ല, അത് ശരിക്കും പാട്ട് മാതിരിയല്ല, ഒരു കവിത മാതിരി അങ്ങ് ചൊല്ലുക യേശുദാസ്. ഒരു 4 വരിയേ ഉള്ളെന്ന് തോന്നുന്നു. ആ രാജു അങ്ങനത്തെ സാറ് ഇല്ല. പറഞ്ഞ പോലെ എല്ലാം ഒരു കവിത. ഇത്രയേ ഉള്ളൂ, 4 വരിയേ ഉള്ളത്. ആ എന്നാ നമുക്ക് ചൊല്ലാം. ഫുൾ പാട്ടില്ല, ഫുള്ളായിട്ട് പാട്ടില്ല. ഏകം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അങ്ങനെ അറിയാവുള്ളു. എനിക്ക് വേണം അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇത്. യേശുദാസ് പാടുന്നതും അത്രേ കണ്ടോളൂ ഇതില്. ഇതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് പാട്ടിന്റെ ഭാഗമാണോ? ആകാശത്തിരി താരകത്തിരി വിണ്ണിലുയർത്തും രാവി അടിമത്തത്തിന് ഇതെല്ലാം തോന്നും അല്ലേ? അല്ല, പാടിയിട്ടില്ല അത്. ഈ നാല് വരെ പാടിയിട്ടുള്ളൂ. 4 വരെയുള്ളൂ. ഇതൊരു ഭയങ്കര സ്റ്റാർട്ടിങ് അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ പാടുന്ന ഒരു മനോഹരമായ ഒരു പ്രത്യേകിച്ച് യേശുദാസിന്റെ സൗണ്ടിലൊക്കെ അതിന് ഭയങ്കര ഇഫക്റ്റാണ്. അതെ അതെ, ഭയങ്കര നമുക്കൊരു എക്കോ ഉള്ളത് പോലെ തോന്നും. ആ അതെ, ഭയങ്കര ഒരു പ്രൗഢിയാണ്. ദേവി പാടുന്ന ഭാര്യ എന്ന പടത്തിലെ ആ പാട്ടാണ്. ആ അവസാനത്തെ ശവയാത്രയിൽ നടക്കുന്നത് എന്താ അത് ആക്ച്വലി പാടാനായിട്ട് നമ്മുടെ മറ്റേ പുള്ളിയാണ്, കുഞ്ചാക്കോ. ഇതിൻ്റെ പേര് അതുവരെ പാടിക്കൊണ്ടിരുന്ന ആളാണ്, പേരിന് പഴയ. പക്ഷേ എന്നിട്ട് യേശുദാസിന് കൊടുക്കാനായിട്ട് ആരും പുള്ളി സമ്മതിച്ചില്ല. പിന്നെ ആരോ നിർബന്ധിച്ച് യേശുദാസിന് കൊടുത്ത പാട്ട്. ബ്രഹ്മാനന്ദനാണോ സാറേ? അല്ല, ബ്രഹ്മാനന്ദനൊക്കെ പിന്നീട് വന്നതല്ലേ. മറ്റേ അതിന് മുമ്പുണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു നമ്മുടെ തമുകറ. മകരയൊന്നുമല്ല, ഹിന്ദിയിലല്ല, തമിഴിലെ ആളായിരുന്നു. നമ്മുടെ ഈ പാട്ടൊക്കെ പാടി മനസ്സേശ്വരി മാപ്പ് തരൂ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടില്ലേ? സലീൽ ചൗധരിയാണ് പേര് ഞാൻ മറന്നുപോയി. ആരാ പേര് പറഞ്ഞ? സലീൽ ചൗധരി. അല്ലല്ല, സലീൽ ചൗധരി അല്ല, സംഗീതം അല്ലേ? പഴയ പാട്ടുകാരൻ നമ്മുടെ ഈ. എന്താണേലും വളരെ മനോഹരമായ പാട്ട്. ഈ പാട്ടുകൾ ഇപ്പം ശ്രീനിവാസ സാറിന്റെ മ്യൂസിക്കിലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയപ്പെട്ടു. ഈ പാട്ടുകളെല്ലാം നമുക്ക് അറിയാവുന്ന പാട്ടുകളാണ് താൻ. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്. സെപ്റ്റംബറിലാണ് മരണം, മാർച്ചിലാണ്. ഓക്കെ, അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നാളെ നമുക്ക് മോട്ടിവേഷന്റെ മനോജ് സാറിലൂടെ പോവാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. Good night all. Good night.